ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയ ഒരു മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ അമരപ്പയർ മെഴുക്കുവരട്ടി. അമരപ്പയർ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നാടൻ അമരപ്പയർ കിട്ടുകയാണെങ്കിൽ നാടൻ അമരപ്പയർ വെച്ചിട്ട് തന്നെ ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ നാടൻ അമരപ്പയർ ആകുമ്പോൾ അധികം വലിപ്പമില്ലാത്ത ചെറിയ അമരപ്പയറായിരിക്കും. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയ അമരപ്പയറാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നാടൻ അമരപ്പയർന്ന് പറഞ്ഞത്. നാടൻ അമരപ്പയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന അമരപ്പയർ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അമരപ്പയർ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നും ക്ലീൻ ചെയ്യാന്നും എങ്ങനെയാണ് അതിൻ്റെ ആ നാര് മാറ്റാന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ പറയുന്നത്. അറിയാവുന്ന ആളുകൾ ആ പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള അമരപ്പയർ മെഴുക്കുവരട്ടി റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ അമരപ്പയർ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ അമരപ്പയർ എടുത്തിട്ടുണ്ട്, ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചതച്ച മുളക് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കാണാൻ കളർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കടുകും മഞ്ഞൾപ്പൊടിയും വേണം. അമരപ്പയർ എടുക്കുമ്പോൾ നമുക്ക് നാടൻ അമരപ്പയർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് കുറച്ചുകൂടി വലിയ സൈസാണ്. അപ്പോൾ ഈ വലിയ സൈസ് അമരപ്പയറിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് നാടൻ അമരപ്പയർ വെച്ചിട്ട് അമരപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ അമരപ്പയർ മെഴുക്കുവരട്ടിയിൽ നമ്മൾ കുറച്ച് ഉള്ളി കൂടുതൽ ചേർക്കണം, കുറച്ച് വെളിച്ചെണ്ണയും കൂടുതൽ ചേർക്കണം. എങ്കിലും മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അമരപ്പയർ മെഴുക്കുവരട്ടി എന്നല്ല, ഏത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളിയും വെളിച്ചെണ്ണയും കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഉള്ളി ചേർക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചതച്ച് തന്നെ ചേർക്കുക. ഉള്ളി മുറിച്ച് ചേർക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചതച്ച് ചേർക്കുമ്പോഴായിരിക്കും. പിന്നെ ഉള്ളി പൊളിക്കാൻ മടിയാണോ, ഉള്ളി കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്തിട്ട് ചേർക്കാം. മാക്സിമം ഉള്ളി തന്നെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഈ അമരപ്പയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം അമരപ്പയർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീൻസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഒരു നാര് പോലെ ഉണ്ടാവും. ഇതങ്ങ് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ നാര് ആദ്യം മാറ്റിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് തുടങ്ങുക. അത് രണ്ട് സൈഡിലും ഉണ്ടാവും കേട്ടോ. ഒരു സൈഡിൽ മാത്രമല്ല, രണ്ട് സൈഡിലും ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ബീൻസിന്റെ സെയിം അതുപോലെ തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില അമരപ്പയറിന് കയ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അമരപ്പയർ ഒന്ന് തിളച്ചു വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കയ്പുണ്ട് ആ വെള്ളത്തിനെന്നുണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്ക് ചെയ്യുക. കൊത്തമരക്കൊക്കെ ആണെങ്കിൽ കയ്പുണ്ട്. കൊത്തമരക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടൈപ്പാണ്, ഇത് അമരപ്പയറാണ്. അപ്പോൾ കൊത്തമരക്ക ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷം തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാറ്. പക്ഷെ അമരപ്പയർ ചില അമരപ്പയറിന് കയ്പുണ്ടാവുള്ളൂ, ചില അമരപ്പയറിന് കയ്പുണ്ടാവില്ല. അതുപോലെ തന്നെ മൂത്ത അമരപ്പയർ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ബീൻസ് മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ലേ, എല്ലാ വെജിറ്റബിൾസും മൂത്ത് കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, ചവയ്ക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, നമുക്ക് ചവയ്ക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മൂത്ത വെണ്ടയ്ക്ക അതുപോലെ തന്നെ മൂത്ത അമരപ്പയറല്ല, ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് എടുക്കുമ്പോൾ മൂത്തത് യൂസ് ചെയ്യാതിരിക്കുക, ഇളയത് തന്നെ എടുക്കുക. ഇതുപോലെ ചെറിയ കനത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, വല്ലാതെ തിന്നായിട്ട് കട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. അമരപ്പയർ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മെഴുക്കുവരട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓരോ വെജിറ്റബിൾസിനും ഓരോ കട്ടിങ് രീതി ഉണ്ട്, ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെയാണ് ഞാനിപ്പോൾ അമരപ്പയർ കട്ട് ചെയ്തെടുത്തത്. അധികം തിക്കുമല്ല, അധികം തിന്നല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുഴുവനായിട്ടും ഈ അമരപ്പയർ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 കിലോ അമരപ്പയറാണ് എടുത്തിരിക്കുന്നത്. ഞാനിനി ഇത് കട്ട് ചെയ്ത് കംപ്ലീറ്റ് മാറ്റട്ടെ. ഇപ്പോൾ നമ്മുടെ അമരപ്പയറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മൂപ്പുള്ള അമരപ്പയർ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റില്ലേ, മൂത്ത വെണ്ടയ്ക്ക എടുത്ത് മാറ്റി വയ്ക്കില്ല, അതുപോലെ തന്നെ മൂത്ത അമരപ്പയർ എടുത്ത് അങ്ങ് മാറ്റി വയ്ക്കുക. അല്ലാതെ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടില്ല, ഏത് മൂത്തതും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടിയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അമരപ്പയർ ഇടാം. അമരപ്പയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമരപ്പയറിന് കയ്പുണ്ടോയെന്ന് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ
ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുള്ളൂ. അപ്പോൾ അമരപ്പയർ കുക്കായി വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി നമുക്കൊന്ന് ചതച്ചു കൊടുക്കാം. അപ്പോൾ അമരപ്പയറിന് കയ്പുണ്ടെങ്കിൽ ഞാൻ ഈ വെള്ളം ഊറ്റി കളയുമ്പോൾ കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് സാധാരണ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്തെടുക്കും. നമ്മുടെ അമരപ്പയർ നമ്മൾ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അമരപ്പയർ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അമരപ്പയറിന് ടേസ്റ്റ് കുറവായിരിക്കും. ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള അമരപ്പയർ മെഴുക്കുവരട്ടിക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കുഴഞ്ഞത് ഇഷ്ടമില്ലാത്ത ആളുകൾ കുഴഞ്ഞതില്ലാത്ത രീതിയിൽ എടുക്കുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറുതായിട്ട് കുഴഞ്ഞ രീതിയിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അമരപ്പയർ കുക്കായി വരുമ്പോൾ അമരപ്പയറിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ കുറേ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല, പക്ഷെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അമരപ്പയർ ഞാൻ കുക്ക് ചെയ്തത് കയ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. കയ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കയ്പ് അത് നമ്മൾ അമരപ്പയർ കുക്കായി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേ കയ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ കയ്പുണ്ടോ എന്ന് ജസ്റ്റ് ആ തിളച്ച വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അമരപ്പയർ ഇട്ടിട്ട് തിളച്ച വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കയ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ഇനി നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. ഉള്ളി മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് വരുമ്പോൾ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമരപ്പയറിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഉള്ളിയും മുളകും ചേർത്ത് ചതച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും മുളകും ചേർത്ത് ചതച്ചിട്ട് ചെയ്യാം. ഞാനപ്പോൾ ഉള്ളി മാത്രം ചതച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഉള്ളിയും മുളകും ആണെങ്കിൽ ഒരുമിച്ച് തന്നെ ചതച്ചെടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലൊക്കെ മാറി അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മുളക് പൊടി, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച മുളകാണെങ്കിൽ ചതച്ച മുളക്, അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അമരപ്പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെയും മെഴുക്കുവരട്ടി ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ നാടൻ മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ആദ്യമേ തന്നെ നമ്മൾ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ കറിവേപ്പില വല്ലാതങ്ങ് ഡ്രൈ ആയി വരും, കുക്കായി അതങ്ങ് ഫ്രൈ ആയ പോലെ ആയി വരും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഉള്ളിയുടെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാതെ ഉള്ളി ഒന്ന് സോൾട്ടായി തുടങ്ങിയപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തത്. പിന്നെ ഈ മെഴുക്കുവരട്ടിയിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഉള്ളി ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1-2 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം കേട്ടോ. അങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ചെയ്യാറുണ്ട്. എല്ലാ മെഴുക്കുവരട്ടിയിലും വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഞങ്ങളിവിടെ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല. മെഴുക്കുവരട്ടി റെസിപ്പിയിലൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ ചതച്ച മുളക് ചേർത്തിട്ട് ഉള്ളിയും ചതച്ച മുളകും നന്നായി കുക്കായി വന്നു. അപ്പോൾ ചതച്ച മുളക് ചേർത്തത് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡിൽ മെമ്മറി ഫുള്ളായിപ്പോയി. അപ്പോൾ കിട്ടിയോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചതച്ച മുളക് ചേർത്തിട്ട് ചതച്ച മുളകിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറിയതിന് ശേഷം നമ്മളിപ്പോൾ ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ഫുള്ളായിട്ട് ചില്ലി പൗഡറിൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ച മുളക് ചേർത്തിട്ട് ചെയ്യാം. ഏതാണോ നമ്മുടെ കയ്യിലുള്ളത്, ഏത് മുളകാണുള്ളതെങ്കിലും മുളക് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ആ കാണാൻ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ, അധികം ചേർത്തിട്ടില്ല. ഞാൻ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അപ്പോൾ ഞാൻ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉള്ളി കുറച്ചൊന്ന് കുക്കായിപ്പോയി, ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അമരപ്പയർ ചേർക്കാം. ഇതുപോലെയാണ് അമരപ്പയർ കുക്ക് ചെയ്തെടുത്തത്. കുറച്ച് കുഴഞ്ഞ രീതിയിലെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അമരപ്പയറിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളമേ ഉള്ളൂ, അധികം വെള്ളമില്ല. ഇനി നമ്മൾ ചട്ടിയുടെ നടുഭാഗത്ത് നിന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നടുഭാഗത്തേക്ക് ഇറങ്ങി വരും. അവയിൽ തന്നെ വെള്ളം വറ്റി കിട്ടിക്കോളും. അപ്പം അധികം വെള്ളമില്ല, അതുകൊണ്ടാണ് നടുഭാഗത്തേക്ക് വെള്ളം വരാത്തത്. നമ്മൾ അമരപ്പയർ കുക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ കൂടുതലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കുക്കായി വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ ചതച്ചെടുക്കാൻ എടുത്ത ഉള്ളിയും കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിയും നന്നായിട്ട് സോട്ടായി വന്നു കഴിയുമ്പോൾ കുറച്ച് ഉള്ളി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഉള്ളി എടുത്താലേ നമുക്ക് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുന്ന രീതിയിൽ ഉള്ളി ഉണ്ടാവുള്ളൂ. ചതച്ച് മുരിഞ്ഞൊക്കെ വരുമ്പോൾ ഉള്ളിയുടെ അളവ് കുറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അമരപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉപ്പ് കുറവാണോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അമരപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.